മൂന്ന് ഭാഷാ ഫോർമുലയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ്, ഒപ്പം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും. വിദ്യാഭ്യാസ മേഖലയിൽ അർഹമായ സഹായം ചോദിക്കുമ്പോൾ ഹിന്ദി പഠിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു എന്ന് ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ സമീപനം ഫെഡറലിസത്തിനെതിരാണെന്ന് വിജയ് പ്രതികരിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇത് വലിയ ചർച്ചയായിരിക്കും. നേതാക്കളുടെ പ്രതികരണം എങ്ങനെ റഹീസ്? റീജിത്ത്, ഈ മൂന്ന് ഭാഷാ ഫോർമുല പ്രകാരം ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്ന വിദ്യാഭ്യാസ നയത്തിലെ ആ ഒരു ഫോർമുലയെ കടുത്ത ഭാഷയിലാണ് DMK ഇത്രയും നാൾ വിമർശിച്ചുകൊണ്ടിരുന്നത്. അത് തുടരുകയാണ്. അതിനോടൊപ്പം വിജയ് കൂടി ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴക രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദ്യാഭ്യാസ മേഖലയിൽ അർഹമായ സഹായം ചോദിക്കുമ്പോൾ ഹിന്ദി പഠിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്ന് ഉദയനിധി സ്റ്റാലിൻ വിമർശിക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാടിനെ ആവശ്യമില്ലാതെ വിമർശിച്ചാൽ അത് തീക്കളിയാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്രത്തിന് DMK അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തന്നെ നൽകുകയാണ്. മന്ത്രി തമിഴ്നാടിന്റെ ചരിത്രം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയം കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഭാഷയും ഒപ്പം തന്നെ സംസ്കാരവും ഒക്കെ വളരെയധികം ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ് തമിഴർ. ഒപ്പം അവരുടെ സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നവരും ഭാഷയെ അത്രത്തോളം നെഞ്ചോട് ചേർക്കുന്നവരുമാണ്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ഒരു പരാമർശം വരുമ്പോൾ അതിൽ തമിഴ്നാട് അടങ്ങിയിരിക്കില്ല എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ തന്നെ വിജയും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനെ വിമർശിച്ച് രംഗത്തെത്തി. കേന്ദ്രത്തിന്റെ സമീപനം ഫെഡറലിസത്തിന് എതിരാണ്. ഏതെങ്കിലും ഒരു ഭാഷയെ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നത് പറയുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഭാഷാ നയത്തിനെ എതിർക്കുന്നതും പ്രതികാര ബുദ്ധിയിൽ ഫണ്ട് തരാത്തതും ഫാസിസമാണെന്നും വിജയ് പറയുന്നു. ഏറ്റവും പ്രധാനം, ഈ രണ്ട് വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന വിജയും ഉദയനിധിയും ഒരുമിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റീജിത്ത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.